അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 5ാം ക്ലാസ്സിലെ ദുറൂസുൽ ഇസ്ലാം 2ാം ഭാഗത്തിലെ 14ാമത്തെ പാഠം ലാ തുൽഖൂ ബി ഐദീകും ഇലത്തഹ്ലുക. നിങ്ങളുടെ കൈകളെ നാശത്തിലേക്ക് തള്ളിയിടരുത് എന്നാൽ നിങ്ങൾ സ്വയം നാശത്തിലേക്ക് ചാടരുത്. ഇൻഷാ അല്ലാഹ് ഈ പാഠത്തിലൂടെ നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ പരിസ്ഥിതിയെക്കുറിച്ചും ആ പരിസ്ഥിതിയെ നാം എങ്ങനെ സംരക്ഷിക്കണം, അതിനുവേണ്ടി ഇസ്ലാം നിർദ്ദേശിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതൊക്കെയാണ് നമ്മൾ ഈ പാഠത്തിലൂടെ പഠിക്കാൻ പോകുന്നത്. ഇൻഷാ അല്ലാഹ് നമ്മുടെ ജീവിതത്തിൽ പകർത്തുകയും ചെയ്യേണ്ട കാര്യമാണ്. നമുക്ക് പാഠം വായിക്കാം. 2ാം ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലം രാജ്യത്ത് ജറാദുകളുടെ എണ്ണം വളരെ കുറഞ്ഞു. ജറാദ് എന്ന് പറയുന്ന നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന പുൽച്ചാടി ഉണ്ടല്ലോ, ആ പുൽച്ചാടിയിലെ കുറച്ചും കൂടെ വലുപ്പമുള്ള ഒരു ജീവിയാണ് ജറാദ്. നമുക്ക് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ കാണാൻ കഴിയും. അപ്പോൾ ജറാദ് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. മനുഷ്യൻ, മത്സ്യം, ജറാദ്. ശവം, നജസല്ലാത്ത ശവങ്ങളെ കൂട്ടത്തിൽ പറഞ്ഞപ്പോൾ മനുഷ്യൻ, മത്സ്യം, ജറാദ്. അവിടെ പറഞ്ഞ ജറാദ് ഉണ്ടല്ലോ, അതാണിത്. അപ്പോൾ ആ രൂപത്തിലുള്ളൊരു ജീവിയാണ് ഏത് ഈ ജറാദ് എന്ന് പറയുന്നത്. മദീന ആ ജറാദിന് എന്ത് ചെയ്തു? രാജ്യത്ത് ജറാദുകളുടെ എണ്ണം വളരെ കുറഞ്ഞുപോയി. മദീനയുടെ പ്രാന്തപ്രദേശത്തുള്ള കൃഷിയിടങ്ങളിലൊന്നും വെട്ടുകിളിയെ കാണാനില്ല. വെട്ടുകിളി എന്നാണ് ഇതിന് പറയുന്നത്. ജറാദ് എന്ന് പറയുന്ന ഈ വെട്ടുകിളി എന്ത് ചെയ്യാനില്ല, കാണാനില്ല. ഇവിടെ മദീനയിലെ പ്രാന്തപ്രദേശത്തൊന്നും കൃഷിയിടങ്ങളിലൊന്നും ഇതിനെ കാണുന്നില്ല. ഖലീഫ ദുഃഖിതനായി, ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു ദുഃഖിതനായി. അങ്ങനെ ഷാം, ഇറാഖ്, യമൻ തുടങ്ങിയ നാനാഭാഗത്തേക്കും ആളുകളെ അയച്ചു. ജറാദ് എന്ന് പറയുന്ന ഈ വെട്ടികളെ അന്വേഷിച്ചുകൊണ്ട് നാനാഭാഗത്തേക്കും ഷാമിലേക്കും ഇറാഖിലേക്കും യമനിലേക്കൊക്കെ എന്ത് ചെയ്തു? ആളയച്ചു. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു. യമനിലേക്ക് അയച്ചവർ കുറേ ജറാദുകളുമായി തിരിച്ചു വന്നു. അങ്ങനെ യമനിലേക്ക് അയച്ച ടീം എന്ത് ചെയ്തു? കുറേ ജറാദുകളുമായി അവർ തിരിച്ചു വന്നു. ഖലീഫ സന്തോഷവാനായി അദ്ദേഹം പറഞ്ഞു, ഭൂമിയിലെ ജീവജാലങ്ങളിൽ ആദ്യം നശിക്കുന്നത് വെട്ടുകിളികളാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. ഭൂമിയിലെ ജീവജാലങ്ങളിൽ ആദ്യം നശിക്കുന്നത് ഏതാണെന്ന്? വെട്ടുകിളികളാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവ നശിക്കുന്നതോടെ പ്രകൃതിയിലെ ആവാസ വ്യവസ്ഥ തകരാറാകുന്നതാണ്. ആവാസ വ്യവസ്ഥ എന്ത് ചെയ്യും? തകരും. ഈ വെട്ടുകിളികൾ നശിക്കുന്നതോടുകൂടെ പ്രകൃതിയുടെ ആവാസ വ്യവസ്ഥ എന്ത് ചെയ്യും? തകരാറിലാകും, താറുമാറാകും. നാം താമസിക്കുന്ന പരിസരമാണ് നമ്മുടെ പരിസ്ഥിതി. നാം താമസിക്കുന്ന നമ്മുടെ ചുറ്റുവട്ടമുണ്ടല്ലോ, നമ്മുടെ വീട്, നമ്മുടെ ചുറ്റുവട്ട ഭാഗങ്ങൾ, ഇതാണ് നമ്മുടെ പരിസ്ഥിതി എന്ന് പറയുന്നത്. മണ്ണും വെള്ളവും വായുവും പ്രകൃതിയിലെ അടിസ്ഥാന ഘടകങ്ങളാണ്. മണ്ണ്, വെള്ളം, വായു, ഈ മൂന്നെന്താണ്? പ്രകൃതിയിലെ അടിസ്ഥാന ഘടകങ്ങളാണ്. അത് ആരെങ്കിലും ഉണ്ടാക്കിയതാണോ? അല്ല, അത് അല്ലാഹു തആല ഇവിടെ സൃഷ്ടിച്ച സംഗതികളാണ്. അതുപോലെ തന്നെ കുന്നും മലയും കാടും താഴ്വരയും തോട്ടങ്ങളും വയലുകളും കടലും പുഴയും എല്ലാം പരിസ്ഥിതിയുടെ ഭാഗമാണ്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്തിൻ്റെ ഭാഗമാണ്? പരിസ്ഥിതിയുടെ ഭാഗങ്ങളാണ്. ജീവികളും സസ്യങ്ങളും മനുഷ്യരും അതിൽ ഉൾപ്പെടുന്നു. പ്രകൃതിയെ ഒരുക്കിയതും ജീവജാലങ്ങളെ സൃഷ്ടിച്ചതും അല്ലാഹു തആലയാണ്. ഈ പ്രകൃതിയെ അല്ലാഹു തആല ഈ രൂപത്തിൽ സംവിധാനിച്ചതാരാണ്? അല്ലാഹുവാണ്. അതുപോലെ തന്നെ ജീവജാലങ്ങളെ സൃഷ്ടിച്ചതും ആര് തന്നെയാണ്? അല്ലാഹു തആല തന്നെയാണ്. മനുഷ്യർക്ക് വേണ്ടിയാണ് അല്ലാഹു തആല ഇവയെല്ലാം സൃഷ്ടിച്ചത്. ഖുർആൻ പറയുന്നു, ഹുവല്ലദീ ഖലഖ ലക്കും മാ ഫിൽ അർളി ജമീഅ. ഭൂമിയിലുള്ളവയെല്ലാം നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിച്ചത് അവനാണ്. കണ്ടോ? ഭൂമിയിലുള്ളതെല്ലാം നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിച്ചത് അവനാണ്. അപ്പോൾ ഭൂമിയിലുള്ള വസ്തുക്കളൊക്കെ ആർക്ക് വേണ്ടി സൃഷ്ടിച്ചതാ? മനുഷ്യരാകുന്ന നമുക്ക് വേണ്ടി സൃഷ്ടിച്ചതാണ്. ഇനി പ്രകൃതിയിലെ വിഭവങ്ങളും ഉൽപ്പന്നങ്ങളും ഉപഭോഗ വസ്തുക്കളും അതിൽപ്പെടുന്നു. പ്രകൃതിയിലെ വിഭവങ്ങൾ, ഉൽപ്പന്നങ്ങൾ, ഉപഭോഗ വസ്തുക്കൾ, ഇതൊക്കെ ഏതിൽപ്പെടുന്നു? അവയിൽ പെടുന്നു. നമുക്ക് വേണ്ടി, മനുഷ്യർക്ക് വേണ്ടി അല്ലാഹു തആല സൃഷ്ടിച്ചതിൽപ്പെടുന്നു. പ്രകൃതി സംരക്ഷണം സത്യവിശ്വാസികളുടെ കടമയാണ്. പ്രകൃതിയെ സംരക്ഷിക്കുക എന്ന് പറയുന്നത് സത്യവിശ്വാസിയുടെ കടമയാണ്. അനാവശ്യമായി മരങ്ങൾ മുറിക്കരുത്. അനാവശ്യമായിട്ട് ഒരാവശ്യവുമില്ലാതെ വെറുതെ എന്ത് ചെയ്യുക? മരങ്ങൾ നശിപ്പിക്കുക, അത് പാടില്ല.
അതുപോലെ തന്നെ കാട് നശിപ്പിക്കരുത്. കാട് എന്ത് ചെയ്യാൻ പാടില്ല? നശിപ്പിക്കാൻ പാടില്ല. കുന്നുകൾ ഇടിച്ച് നിരത്തരുത്. നമ്മുടെ നാടുകളിലൊക്കെ സുലഭമായി കൊണ്ടിരിക്കുന്നൊരു കാര്യമാണ് കാട് നശിപ്പിക്കുക, അല്ലെങ്കിൽ കാടിലേക്ക് എന്ത് ചെയ്യുക? ആളുകൾ കുടിയേറി പാർക്കുക. അതോടുകൂടെ കാടിൻ്റെ ആവാസ വ്യവസ്ഥകൾ എന്ത് ചെയ്യും? നഷ്ടപ്പെട്ടു പോകും. എന്നിട്ട് അവിടെ ജീവിച്ചിരുന്ന മൃഗങ്ങളൊക്കെ എന്ത് ചെയ്യും? പിന്നീട് അവിടെ താമസിക്കുന്ന ജനങ്ങളെ ആക്രമിക്കാൻ തുടങ്ങും. എന്നിട്ട് കാട്ടാൻ ആക്രമിച്ചു എന്ന് പറയും. യഥാർത്ഥത്തിൽ എന്തുണ്ടായത്? അവരുടെ ആവാസ വ്യവസ്ഥയാകുന്ന കാട്ടിലേക്ക് നമ്മൾ അങ്ങോട്ട് കുടിയേറി പാർത്തു. അതുകൊണ്ടാണ് അക്രമം നമ്മൾ ഏറ്റുവാങ്ങേണ്ടി വന്നത്. അപ്പോൾ കാടെന്ത് ചെയ്യരുത്? നശിപ്പിക്കരുത്. കുന്നുകൾ ഇടിച്ച് നിരത്തരുത്. കുന്നുകൾ, മലകളും കുന്നുകളും എന്ത് ചെയ്യരുത്? ഇടിച്ച് നിരത്തരുത്. ഇന്ന് കോറികളൊക്കെ നടക്കുന്നത് ഈ കുന്നും പ്രദേശങ്ങളിലും അതുപോലെ തന്നെ മലകളിലൊക്കെയാണ് കോറി നടത്തുന്നത്. അതൊന്നും എന്ത് ചെയ്യാൻ പാടില്ല? ഇടിച്ച് നിരത്താൻ പാടില്ല. വയലുകളും പുഴകളും തോടുകളും മലിനമാക്കരുത്. അവ നശിപ്പിക്കുകയും ചെയ്യരുത്. വയലുകളാണെങ്കിലും പുഴകളാണെങ്കിലും തോടുകളാണെങ്കിലും മലിനമാക്കാൻ പാടില്ല. അതിലേക്ക് നമ്മുടെ വീട്ടിൽ നിന്നും ഒഴുകുന്ന മലിനജലങ്ങൾ അതിലേക്ക് വിടരുത്. അല്ലെങ്കിൽ സേഫ്റ്റി ടാങ്ക് പോലത്തെ ഇതിൻ്റെ അവശിഷ്ടങ്ങൾ, അല്ലെങ്കിൽ ഫാക്ടറികളിൽ നിന്നുള്ള അവശിഷ്ടങ്ങൾ അത് എവിടേക്ക് ഒഴുക്കി വിടരുത്? വയലുകളിലേക്കും പുഴകളിലേക്കും തോടുകളിലേക്കും എന്ത് ചെയ്യരുത്? ഒഴുക്കി വിടരുത്. അവ നശിപ്പിക്കുകയും ചെയ്യരുത്. വയലുകളൊക്കെ ഇപ്പോൾ മണ്ണിട്ട് നിരത്തി വലിയ വലിയ ഫ്ലാറ്റുകളും ബിൽഡിങ്ങുകളൊക്കെ പൊന്തിക്കൊണ്ടിരിക്കുന്നൊരു കാലമാണ് ഉള്ളത്. അപ്പോൾ അതുപോലുള്ള ആ നശിപ്പിക്കലൊന്നും എന്ത് ചെയ്യാൻ പാടില്ല? ചെയ്യാൻ പാടില്ല. ഈ കാര്യങ്ങളൊന്നും ചെയ്യരുത്. ഇനി കീടനാശിനികളുടെയും രാസവസ്തുക്കളുടെയും അമിതമായ ഉപയോഗം മണ്ണിനെയും ജലസ്രോതസ്സുകളെയും നശിപ്പിക്കും. കീടനാശിനികളുടെയും രാസവസ്തുക്കളുടെയും അമിതമായ ഉപയോഗം, നമ്മൾ കൃഷി ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കുന്ന രാസവസ്തുക്കൾ, രാസവളങ്ങൾ, അതുപോലെ തന്നെ മറ്റു മേഖലകളിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന രാസവസ്തുക്കളും കീടനാശിനികളും, ഇതൊക്കെ എന്തിനു നശിപ്പിക്കും? മണ്ണിനെയും ജലസ്രോതസ്സുകളെയും നശിപ്പിക്കും. പരിസ്ഥിതിയെ അസന്തുലിതമാക്കും. അത് മനുഷ്യരെയും ബാധിക്കും. ഇത് നമ്മൾ മണ്ണിലുപയോഗിക്കുന്നതോടുകൂടെ, ജലം മലിനമാകലോടുകൂടെ ഇതെന്ത് ചെയ്യും? മനുഷ്യരെയും ബാധിക്കാൻ തുടങ്ങും. അതിനാൽ അവയൊന്നും ചെയ്യാൻ പാടില്ല. അപ്പോൾ ജലമാണെങ്കിലും ഭൂമിയാണെങ്കിലും കീടനാശിനികളും രാസവസ്തുക്കളും ഉപയോഗിച്ചുകൊണ്ട് മലിനപ്പെടുത്തരുത്. പൊതുസ്ഥലങ്ങളിലും വഴികളിലും ജലാശയങ്ങളിലും മാലിന്യം നിക്ഷേപിക്കരുത്. പൊതുസ്ഥലങ്ങളിൽ അവിടെ എന്ത് ചെയ്യാൻ പാടില്ല? മാലിന്യങ്ങൾ കൊണ്ടുപോയി നിക്ഷേപിക്കാൻ പാടില്ല. അതുപോലെ തന്നെ വഴികളിൽ, ജലാശയങ്ങളിൽ ഇവിടെയൊന്നും മാലിന്യങ്ങൾ നിക്ഷേപിക്കാൻ പാടില്ല. വീട്ടിൽ നിന്നുള്ള മാലിന്യങ്ങൾ കൊണ്ടുപോയിട്ട് പൊതുസ്ഥലത്ത് തള്ളുക, അതല്ലെങ്കിൽ കുട്ടികൾ ഉപയോഗിക്കുന്ന അതുപോലെയുള്ള സംഗതികളൊക്കെ, മലിനമായ വീട്ടിൽ നിന്ന് ഉപയോഗിക്കുന്ന മലിനമായ വസ്തുക്കളൊന്നും എവിടെ കൊണ്ടുപോയി തള്ളാൻ പാടില്ല? പൊതുസ്ഥലങ്ങളിൽ കൊണ്ടുപോയി തള്ളാൻ പാടില്ല. അല്ലാഹു തആല പറയുന്നു, ലാ തുൽഖൂ ബിഐദീകും ഇല തഹ്ലുക, നിങ്ങൾ സ്വയം നാശത്തിലേക്ക് ചാടരുത്. നിങ്ങൾ സ്വയം എന്ത് ചെയ്യരുത്? നമ്മൾ തന്നെ വരുത്തി വെക്കുന്ന നാശത്തിലേക്ക് നാം എന്ത് ചെയ്യരുത്? പോയി ചാടരുത്. എന്ന് പറഞ്ഞാൽ നമ്മളെന്ത് ചെയ്യാൻ പാടില്ല? നമ്മളെ പരിസ്ഥിതിയെയും ജലാശയങ്ങളെ ഇതിനൊന്നും നമ്മളെന്ത് ചെയ്യരുത്? നശിപ്പിക്കരുത് എന്നാണ് ഇപ്പോൾ പറഞ്ഞത്. ഇനി തണൽ മരങ്ങളും ഫലവൃക്ഷങ്ങളും നട്ടുപിടിപ്പിക്കൽ സുന്നത്താണ്. തണൽ മരങ്ങളും ഫലവൃക്ഷങ്ങളും കായകൾ കായ്ക്കുന്ന, നമുക്ക് ഭക്ഷിക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള കായകൾ കായ്ക്കുന്ന മൂച്ചിയാവട്ടെ, അതല്ലെങ്കിൽ മറ്റുള്ള നമുക്ക് നല്ല വിഭവങ്ങൾ തരുന്ന രീതിയിലുള്ള വൃക്ഷങ്ങളാണെങ്കിലും തണൽ വിരിക്കുന്ന മരങ്ങളാണെങ്കിലും നട്ടുപിടിപ്പിക്കൽ സുന്നത്താണ്. പരിസ്ഥിതി സംരക്ഷിക്കുന്നതിന് വേണ്ടി പല നിർദ്ദേശങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകിയിട്ടുണ്ട്. പരിസ്ഥിതിയുടെ സംരക്ഷണത്തിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ഒരുപാട് നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അവലൊന്ന് പറഞ്ഞു, ഇമാതത്തുൽ അദാ അനി ത്വരീഖ് മിനൽ ഈമാൻ, വഴിയിൽ നിന്ന് തടസ്സങ്ങൾ നീക്കൽ ഈമാനിൻ്റെ ഭാഗമാണ്. വഴിയിൽ നിന്ന് തടസ്സങ്ങളെ നീക്കൽ എന്താണ്? ഈമാനിൻ്റെ ഭാഗമാണ്. നാം ഒരു വഴിയിലൂടെ നടന്നു പോകുന്ന സമയത്ത് ഒരു കല്ല് അവിടെയുണ്ട്, അതല്ലെങ്കിൽ നമ്മുടെ പിന്നിൽ വരുന്ന ഒരാളുടെ ശരീരത്തിൽ മുറിവേൽപ്പിക്കുന്ന രൂപത്തിലുള്ള വല്ല ആയുധങ്ങളോ ബ്ലേഡോ പോലെയുള്ള സാധനങ്ങൾ വഴിയിൽ കിടക്കുന്നുണ്ട്, അല്ലെങ്കിൽ കുപ്പിച്ചില്ലുകൾ കിടക്കുന്നുണ്ട് എങ്കിൽ അത് എടുത്തു മാറ്റൽ സുന്നത്താണ്. അതെന്ത്? ഈമാനിൻ്റെ ഭാഗത്തിൽപ്പെട്ടതാണ്. അതുപോലെ തന്നെ നമ്മുടെ വീടുകളിൽ നിന്നൊക്കെ ഉണ്ടാവും അയൽവാസിയുടെ വഴിയിലേക്ക്, അതല്ലെങ്കിൽ പൊതുവഴിയിലേക്കൊക്കെ തൂങ്ങി നിൽക്കുന്ന മരങ്ങൾ, ചെടികൾ, ഇതൊക്കെ ഉണ്ടാകും. അത് മറ്റുള്ളവർക്ക്, യാത്രക്കാർക്കൊക്കെ വളരെ പ്രയാസമായിരിക്കും. അങ്ങനെയുള്ള ആ പ്രയാസങ്ങളൊക്കെ നീക്കി കൊടുക്കൽ എന്തിൽപ്പെട്ടതാണ്? അതൊക്കെ ഈമാനിൻ്റെ ഭാഗമാണ്. അടുത്ത് ജലാശയങ്ങളിലും ഫലവൃക്ഷങ്ങളിലും
ഫലവൃക്ഷങ്ങളുടെ ചുവട്ടിലും മാളത്തിലും ഭക്ഷ്യവസ്തുക്കളിലും വിസർജനം ചെയ്യരുത്. എവിടെ? ജലാശയങ്ങളിൽ വെള്ളം കെട്ടി നിൽക്കുന്ന പുഴകളാകട്ടെ, കുളമാകട്ടെ, തോടാകട്ടെ, ചോലകളാകട്ടെ, കായലുകളാകട്ടെ, അതിലൊന്നും എന്ത് ചെയ്യാൻ പാടില്ല? മലമൂത്ര വിസർജനം ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളുടെ ചുവട്ടിൽ, മാമ്പഴം തരുന്ന മൂച്ചിയുടെ ചുവട്ടിൽ, അതല്ലെങ്കിൽ സപ്പോട്ട തരുന്ന ആ മരത്തിൻ്റെ ചുവട്ടിൽ, അതല്ലെങ്കിൽ ഏതെല്ലാം വിഭവങ്ങളുണ്ടോ അതൊക്കെ തരുന്ന ആ മരത്തിൻ്റെ ചുവട്ടിൽ മലമൂത്ര വിസർജനം ചെയ്യരുത്. അതുപോലെ തന്നെ മാളത്തിലേക്ക്, മതിൽമേൽ കാണുന്ന മാള, ഓട്ട ദ്വാരം എന്നൊക്കെ പറയുമല്ലോ, അതിലേക്ക് മട എന്നൊക്കെ പറയും മലപ്പുറം ജില്ലയിലേക്ക്. അപ്പോൾ അതിലേക്ക് എന്ത് ചെയ്യാൻ പാടില്ല? മലമൂത്ര വിസർജനം ചെയ്യാൻ പാടില്ല. ഭക്ഷ്യവസ്തുക്കളിൽ വിസർജനം ചെയ്യരുത്. ഭക്ഷ്യവസ്തുക്കളിൽ അവിടെ എന്ത് കിടക്കുന്നുണ്ട്? നമ്മൾ ഭക്ഷിക്കുന്ന പഴങ്ങളുടെ ഭാഗങ്ങൾ അവിടെ കിടക്കുന്നുണ്ട്. അതല്ലെങ്കിൽ മറ്റു വല്ല വസ്തുക്കളും ഭക്ഷണമായിട്ട് ഉപയോഗിക്കുന്നത് അവിടെ കിടക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യരുത്? മലമൂത്ര വിസർജനം ചെയ്യരുത്. അവല മലിനമാക്കരുത്. ഈ സംഗതികളൊന്നും എന്ത് ചെയ്യാൻ പാടില്ല? മലിനമാക്കാൻ പാടില്ല. ഇനി കൃഷിയിൽ നിന്ന് ജീവജാലങ്ങൾ ഭക്ഷിക്കുന്നതിന് കർഷകന് പ്രതിഫലം ലഭിക്കും. കൃഷിയിൽ നിന്ന് ജീവജാലങ്ങൾ ഭക്ഷിക്കുന്നതിന്, നമ്മളൊരു കൃഷി നടത്തി, നെൽകൃഷി ആയിക്കോട്ടെ, അതല്ലെങ്കിൽ മറ്റു വല്ല കൃഷികൾ, അതിൽ നിന്ന് ഏതെല്ലാം ജീവികൾ വന്ന് തിന്നു പോകുന്നുണ്ടോ അതിൻ്റെയൊക്കെ പ്രതിഫലം ആർക്ക് ലഭിക്കും? ഈ കർഷകന് ലഭിക്കും. അതുപോലെ ജീവജാലങ്ങൾക്ക് വെള്ളം നൽകുന്നതും ഭക്ഷണം നൽകുന്നതും പ്രതിഫലാർഹമാണ്. ജീവജാലങ്ങൾക്ക് വെള്ളം നൽകുന്നതും ഭക്ഷണങ്ങൾ നൽകുന്നതും എന്താണ്? പ്രതിഫലാർഹമാണ്. ഇനി നമ്മുടെ നാട്ടിൽ ചൂടാണ് വരാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ വീടിൻ്റെ ടെറസുകളിലും അതുപോലെ തന്നെ വീടിൻ്റെ ഒഴിഞ്ഞ പ്രദേശങ്ങളിലൊക്കെ വെള്ളമാക്കിയിട്ടൊരു ബോട്ടിൽ, ഒരു പാത്രം എന്ത് ചെയ്യണം? വെച്ച് കൊടുക്കണം. എന്തിനാണ്? മറ്റുള്ള ജീവികൾക്ക് വന്ന് വെള്ളം കുടിച്ചു പോകാൻ വേണ്ടി. ഇനി കുടിവെള്ളം പാഴാക്കരുത്. നാം കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം എന്ത് ചെയ്യരുത്? പാഴാക്കരുത്. രൂക്ഷമായ ജലക്ഷാമം നേരിടുമ്പോൾ വെള്ളം കൊണ്ടുള്ള ശുദ്ധീകരണം ഉപേക്ഷിച്ച് തയമ്മം ചെയ്തും മറ്റു മനുഷ്യർക്കും ജീവജാലങ്ങൾക്കും കുടിവെള്ളം ലഭ്യമാക്കണം. എന്താ പറഞ്ഞത്? രൂക്ഷമായ ജലക്ഷാമം, നല്ല ജലക്ഷാമം, വെള്ളത്തിൻ്റെ വരൾച്ച അനുഭവപ്പെടുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? അവിടെ ശുദ്ധീകരണത്തിന് വേണ്ടി ആ വെള്ളം ഉപയോഗിക്കരുത്. നേരെ മറിച്ച് ശുദ്ധീകരണത്തിന് വേണ്ടി അപ്പോൾ എന്ത് ഉപയോഗിക്കണോ? മണ്ണുപയോഗിച്ച് ശുദ്ധീകരണം നടത്തണം. ഉദുവെടുക്കുകയാണെങ്കിലും കുളിക്കുകയാണെങ്കിലും അത് എന്തുകൊണ്ട് നടത്തുക? മണ്ണ് കൊണ്ട് തയമ്മം ചെയ്തുകൊണ്ടാവുക. എന്നിട്ട് ആ വെള്ളം ആർക്ക് കൊടുക്കുക? ജീവജാലങ്ങൾക്ക് ലഭ്യമാക്കുക. ഇനി സ്വന്തം ഉടമസ്ഥയിലുള്ള വെള്ളം ഉപയോഗിക്കുന്നതിൽ നിന്ന് മറ്റുള്ളവരെ തടയാൻ പാടില്ല. നമ്മുടെ ഉടമസ്ഥതയിലുള്ള വെള്ളമാണെങ്കിലും ശരി, നാം എന്ത് ചെയ്യാൻ പാടില്ല? മറ്റുള്ളവരത് ഉപയോഗിക്കുന്നതിന് തടയാൻ പാടില്ല. എന്തേ കാരണം? വെള്ളം, പുല്ല്, തീ എന്നീ 3 വസ്തുക്കളിൽ ജനങ്ങൾക്ക് പൊതു അവകാശമുണ്ട്. വെള്ളം, പുല്ല്, തീ എന്നീ 3 വസ്തുക്കളിലും ജനങ്ങൾക്ക് എന്തുണ്ട്? പൊതു അവകാശങ്ങളുണ്ട്. അപ്പോൾ അതെന്ത് ചെയ്യാൻ പാടില്ല? മറ്റുള്ളവർക്ക് തടയാൻ പാടില്ല. തുടങ്ങിയ നിയമങ്ങളെല്ലാം പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ടതാണ്. ഈ പറഞ്ഞ നിയമങ്ങളൊക്കെ എന്തിൽപ്പെട്ടതാണ്? പരിസ്ഥിതി സംരക്ഷിക്കുന്നതിൻ്റെ നിയമങ്ങളിൽപ്പെട്ടതാണ്. ഇനി ഖുർആൻ പറയുന്നു, വമാ മിൻ ദാബത്തിൻ ഫിൽ അർളി വലാ ത്വാഇരിൻ യത്യിറു ബിജനാഹിഹി ഇല്ലാ ഉമമുൻ അംസാലുക്കും. ഭൂമിയിലെ ജീവജാലങ്ങളും ചിറകുകൾ ഉപയോഗിച്ച് പറക്കുന്ന പക്ഷികളും നിങ്ങളെപ്പോലെയുള്ള സമൂഹങ്ങൾ തന്നെയാണ്. ഭൂമിയിലെ ജീവജാലങ്ങളും ചിറകുകൾ ഉപയോഗിച്ച് പറക്കുന്ന പക്ഷികളും നിങ്ങളെപ്പോലെയുള്ള സമൂഹങ്ങൾ തന്നെയാണ്. മനുഷ്യർ പരസ്പരം പരിഗണിക്കുന്നത് പോലെ ജീവജാലങ്ങളെയും പരിഗണിക്കണമെന്ന് ഈ ആയത്തിൽ നിന്ന് മനസ്സിലാക്കാം. മനുഷ്യർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പരിഗണിക്കാറുണ്ടല്ലോ. അവർക്ക് എന്തെങ്കിലും പ്രയാസം വരുന്ന സമയത്ത്, അതല്ലെങ്കിൽ അവർക്ക് വെള്ളമില്ലാത്ത സമയത്ത്, മറ്റു ആവശ്യങ്ങളുള്ള സമയത്ത് നമ്മൾ അവരെ പരിഗണിച്ച് വെള്ളം കൊടുക്കുന്നു. അതല്ലെങ്കിൽ അവർക്ക് ആവശ്യമുള്ളത് എന്താണോ അത് നമ്മൾ നൽകുന്നു. ആ രൂപത്തിൽ നമ്മൾ ആരെയും കാണണം? മറ്റുള്ള ജീവജാലങ്ങളെയും നമ്മൾ കാണണം. അവർക്ക് വിശക്കുമ്പോൾ ഭക്ഷണം കൊടുക്കണം. ദാഹജലമായിട്ട് ജലം നമ്മൾ എന്ത് ചെയ്യണം? നൽകണം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം? നമ്മൾ ചെയ്യണം. അതാണ് ഈ ആയത്തിലൂടെ നമ്മൾക്ക് പഠിക്കാനുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, മാ മിൻ മുസ്ലിമുൻ യഗ്രിസു ഗർസൻ ഔ യസ്റഉ സർഅൻ ഫയഅകുലു മിൻഹു ത്വയ്റുൻ ഔ ഇൻസാനുൻ ഔ ബഹീമത്തുൻ ഇല്ലാ കാന ലഹു സദഖതൻ. ഒരു മുസ്ലിം ചെടി നടുകയോ കൃഷി ഇറക്കുകയോ ചെയ്യുകയും അതിൽ നിന്ന് പക്ഷികളോ മനുഷ്യരോ മൃഗങ്ങളോ ഭക്ഷിക്കാനിടയാവുകയും ചെയ്താൽ അത് അവന് സദഖയായിത്തീരും.
ഒരു മനുഷ്യൻ എന്ത് ചെയ്തു, അവന് ചെടി നട്ടുപിടിപ്പിച്ചു, അല്ലെങ്കിൽ ഒരു കൃഷി ചെയ്തു, അങ്ങനെ അതിൽ വന്നുകൊണ്ട് എന്ത് ചെയ്തു, ജീവജാലങ്ങൾ എന്ത് ചെയ്തു, ഭക്ഷിച്ചു, അതല്ലെങ്കിൽ മനുഷ്യർ ഭക്ഷിച്ചു. മറ്റ് മൃഗങ്ങൾ ഭക്ഷിക്കാനിട വന്നാൽ അതൊക്കെ ഇവനിക്ക് എന്തായിട്ട് ലഭിക്കും? സ്വതക്കയായിട്ട് ഇവനിക്ക് സ്വതക്കയുടെ പ്രതിഫലമായിട്ട് ഇവനിക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ മറ്റ് ജീവജാലങ്ങളാണെങ്കിലും ആരതിൽ നിന്ന് ഭക്ഷിച്ചാൽ ഇവനിക്ക് എന്ത് ചെയ്യും? അതിന് സ്വതക്ക ചെയ്തതിൻ്റെ പ്രതിഫലം ഇവനിക്ക് ലഭിക്കും, കർഷകന് ലഭിക്കും. പരിസ്ഥിതിയുടെ നാശത്തിന് ഇടയാക്കുന്ന കാര്യങ്ങളിൽ പ്രധാനപ്പെട്ടത് ധൂർത്താണ്. പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ധൂർത്ത്. എന്താണ് ഈ ധൂർത്ത് എന്ന് പറഞ്ഞാൽ? ആവശ്യത്തിലധികവും തൻ്റെ കഴിവിൻ്റെ പരിധിയിലപ്പുറവും ഹറാമായ കാര്യങ്ങളിലും പൊങ്ങച്ചത്തിന് വേണ്ടിയും ചെലവഴിക്കുന്നതെല്ലാം ധൂർത്താണ്. എന്താണ് ധൂർത്ത് പറഞ്ഞാൽ? ആവശ്യത്തിലധികം ചിലവഴിക്കുക. നമുക്കൊരു 500 രൂപേൻ്റെ ഡ്രസ്സ് മതി നമുക്ക്, എന്നിട്ട് എന്ത് ചെയ്യുക, അതിനു വേണ്ടി എത്ര രൂപേൻ്റെ ഡ്രസ്സ് എടുക്കുക? 3000 രൂപേൻ്റെ ഡ്രസ്സ്, അല്ലെങ്കിൽ 1000-ൻ്റെ മുകളിലുള്ള ഡ്രസ്സ് എടുക്കുക. അല്ലെങ്കിൽ ഭക്ഷണം നമുക്ക് കുറഞ്ഞ ഭക്ഷണം മതി, അതിലമിതമാക്കലാണ് ഇത്. അതിയായിട്ട് ഭക്ഷണം കഴിക്കൽ, സമ്പത്ത് ധാരാളം ചിലവായിക്കൊണ്ട് ഭക്ഷണം കഴിക്കൽ, അത് ആവശ്യത്തിലധികത്തിൽപ്പെട്ടു. ഇനോ തൻ്റെ കഴിവിൻ്റെ പരിധിയിലപ്പുറം എന്ത് ചെയ്യുക? ഉപയോഗിക്കുക. ഏതുപോലെ നമ്മുടെ ആവശ്യം ഒരു 10 രൂപേൻ്റെ ആവശ്യമുള്ളൂ, അത്രേ നമ്മളെ കൊണ്ട് കഴിയുള്ളൂ. എന്നിട്ട് എന്ത് ചെയ്യുക? മറ്റുള്ളവരിൽ നിന്ന് കടങ്ങളൊക്കെ വാങ്ങിയിട്ട് എന്ത് ചെയ്യുക? മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ ചെയ്യാൻ വേണ്ടിയിട്ട് ആ 10 രൂപേൻ്റെ സാധനം ഉപയോഗിക്കേണ്ടടുത്ത് എന്ത് ചെയ്യുക? 100 രൂപേൻ്റെ സാധനങ്ങൾ ഉപയോഗിക്കുക. അതാ പറഞ്ഞത്, തൻ്റെ കഴിവിൻ്റെ പരിധിയിലപ്പുറവും ഹറാമായ കാര്യങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യുക? സമ്പത്ത് വെറുതെ ചെലവഴിക്കുക. ഈ കാര്യങ്ങൾ അതുപോലെ തന്നെ പൊങ്ങച്ചത്തിന് വേണ്ടി, മറ്റുള്ളവരുടെ ഇടയിൽ സ്ഥാനമാനങ്ങൾ കിട്ടാൻ വേണ്ടി, ഇങ്ങനെയുള്ള പൊങ്ങച്ചത്തിന് വേണ്ടിയും ചെലവഴിക്കുന്നതാണ് ഏത്? ധൂർത്ത് എന്ന് പറയുന്നത്. അള്ളാഹു തആലയും റസൂലും വെറുക്കുന്ന സ്വഭാവമാണത്. ധൂർത്ത് എന്ന് പറയുന്നത് അള്ളാഹും വെറുക്കുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും വെറുക്കുന്നുണ്ട്. മിതത്വമാണ് സത്യവിശ്വാസിയുടെ ജീവിത രീതി. ഹൈ ലെവൽ ജീവിതമല്ല, എന്നാൽ പറ്റ ലോ ക്ലാസ് ജീവിതവുമല്ല, പിന്നെ എങ്ങനെ ഒരു മീഡിയം സൈസ് ജീവിതം. അതാണ് ഒരു സത്യവിശ്വാസിയുടെ ജീവിതമെന്ന് പറയുന്നത്. അപ്പോൾ ഹൈ ലെവൽ രീതിയിലുള്ള വസ്ത്രങ്ങളും വാഹനങ്ങളും വാങ്ങി അങ്ങനെ ജീവിക്കല്ല, പിന്നെ പറ്റ ഒന്നുമില്ലാത്ത രീതിയിൽ കീറിപ്പറഞ്ഞ വസ്ത്രങ്ങൾ ഇട്ട് ധരിക്കുക, അങ്ങനെ പറ്റ മുഷിഞ്ഞുകൊണ്ടുമല്ല ജീവിക്കേണ്ടത്. ഇതിൻ്റെ ഇടയിലൊരു മധ്യനില സ്വീകരിച്ചുകൊണ്ടാണ് നമ്മൾ ജീവിക്കേണ്ടത്. ഖുർആൻ പറയുന്നു, വലാ തുബദ്ദിർ തബ്ദീറാ ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന ശയാത്തീൻ വകാന ശൈത്താനു ലിറബ്ബിഹി കഫൂറാ. നീ ധൂർത്തടിക്കരുത്. നീ എന്ത് ചെയ്യരുത്? ധൂർത്തടിക്കരുത്. ധൂർത്തടിക്കുന്നവർ പിശാചുക്കളുടെ സഹോദരന്മാരാണ്. ധൂർത്തടിക്കുന്നവർ ആരുടെ സഹോദരന്മാരാണ്? പിശാചുക്കളുടെ സഹോദരന്മാരാണ്. പിശാചാകട്ടെ തൻ്റെ രക്ഷിതാവിനോട് നന്ദികേട് കാട്ടിയവനുമാണ്. പിശാചാണെങ്കിൽ ആരാ? അവൻ തൻ്റെ റബ്ബിനോട്, തൻ്റെ രക്ഷിതാവിനോട് നന്ദികേട് കാട്ടിയവനാണ്. അപ്പം അവനെ നമ്മളെന്ത് ചെയ്യാൻ പാടില്ല? കൂട്ടുകാരനാക്കാൻ പാടില്ല, അവനെ നമ്മളെ സഹോദരന്മാരാക്കാൻ പാടില്ല. അതിന് നമ്മളെങ്ങനെ ജീവിക്കണം? ധൂർത്തായിട്ട് ഒന്നിലും ഉപയോഗിക്കാതെ, ധൂർത്തടിക്കാത്ത രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? ജീവിക്കണം. ഫീ കുല്ലി കവിദിൻ റത്ബത്തിൻ അജ്റുൻ. എല്ലാ ജീവികളിലും പ്രതിഫലമുണ്ട്. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് തദ്രീബാത്ത് വായിക്കാം. ഒന്നാമത്തെ നഖറ വനഫം വായിച്ച് മനസ്സിലാക്കാനുള്ളത്. 1 തഹ്ലുക പറഞ്ഞാൽ നാശം. 2 ജമീഅ മുഴുവൻ. ഇമാത്തത്ത് നീക്കം ചെയ്യുക. ജനാഹ് ചിറക്, മാ വെള്ളം, ദാബത്ത് ജീവി, തുറാബ് മണ്ണ്. ബാക്കിയുള്ള വാക്യങ്ങളും അതിൻ്റെ അർത്ഥങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. 2 നുതർജിമു, പിന്നെ പരിഭാഷപ്പെടുത്താനാണ് നമ്മുടെ ഭാഷയിലേക്ക്. അപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മൾ എഴുതണം. മാമിൻ മുസ്ലിമിൻ യഗ്രിസു ഖർസൻ ഔ യസ്റഉ സറഅൻ ഫയഅകുലു മിൻഹു ത്വയ്റുൻ ഔ ഇൻസാനുൻ ഔ ബഹീമത്തുൻ ഇല്ലാ കാന ലഹു സദഖതൻ. എന്താ അതിൻ്റെ അർത്ഥം? ഒരു മുസ്ലിം ചെടി നടുകയോ കൃഷി ഇറക്കുകയോ ചെയ്യുകയും അതിൽ നിന്ന് പക്ഷികളോ മനുഷ്യരോ മൃഗങ്ങളോ ഭക്ഷിക്കാൻ ഇടയാവുകയും ചെയ്താൽ അത് അവന് സദഖയായിത്തീരും. 2 അർത്ഥം എഴുതാനുള്ളത്, വമാ മിൻ ദാബത്തിൻ ഫിൽ അർളി വലാ ത്വാഇരിൻ യതീറു ബിജനാഹിഹി ഇല്ലാ ഉമമുൻ അംസാലുക്കും. അതിൻ്റെ അർത്ഥം, ഭൂമിയിലെ ജീവജാലങ്ങളും
ചിറകുകൾ ഉപയോഗിച്ച് പറക്കുന്ന പക്ഷികളും നിങ്ങളെപ്പോലുള്ള സമൂഹങ്ങൾ തന്നെയാണ്. മൂന്നാമത്തത് ഹുവല്ലദീ ഖലഖകും മാ ഫിൽ അർളി ജമീഅ, ഭൂമിയിലുള്ളവയെല്ലാം നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിച്ചത് അവനാണ്. ഇനി അതിലെ നാലാമത്തത് ഇമാത്തത്തുൽ അദാ അനി ത്വരീഖ് മിനൽ ഈമാൻ, അർത്ഥം വഴിയിൽ നിന്ന് തടസ്സങ്ങൾ നീക്കൽ ഈമാനിൻ്റെ ഭാഗമാണ്. അഞ്ചാമത്തത് വലാ തുബദ്ദിർ തബ്ദീറാ ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാനശ്ശയാത്തീൻ, അതിൻ്റെ അർത്ഥം നീ ധൂർത്തടിക്കരുത്, ധൂർത്തടിക്കുന്നവർ പിശാചുക്കളുടെ സഹോദരന്മാരാണ്. ഇനി മൂന്നാമത്തെ നുതർജിമു ഇലൽ അറബിയ, അർത്ഥം ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ അറബി നമ്മൾ എഴുതണം. ഒന്നാമത്തേത് പിശാച് തൻ്റെ നാഥനോട് നന്ദികേട് കാട്ടിയവനാണ്, അതിൻ്റെ അറബി വകാന ശൈത്വാനു ലിറബ്ബിഹി കഫൂറാ. ഇനി രണ്ടാമത്തേത് ധൂർത്തടിക്കുന്നവർ പിശാചുക്കളുടെ സഹോദരന്മാരാണ്, അതിൻ്റെ അറബി ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാനശ്ശയാത്തീൻ. മൂന്നാമത്തേത് നിങ്ങൾ സ്വയം നാശത്തേക്ക് ചാടരുത്, അതിൻ്റെ അറബി ലാ തുൽഖൂ ബി ഐദീകും ഇലത്തഹ്ലുക. നാലാമത്തേത് പരിസ്ഥിതി, അതിൻ്റെ അറബി വാക്ക് എഴുതണം ബിഅത്ത് എന്ന് പറഞ്ഞാൽ പരിസ്ഥിതി എന്നാണ്. ഇനി നമുക്ക് നാലാമത്തേത് നക്തുബ് ഫിക്ര, ഗണ്ണിക എഴുതണം. ഒന്ന്, പരിസ്ഥിതി സംരക്ഷണത്തിന് ഇസ്ലാം നൽകിയ പ്രാധാന്യം എന്ന വിഷയത്തെക്കുറിച്ച് ഒരു ഗണ്ണിക തയ്യാറാക്കണം. അപ്പോൾ നമുക്ക് വായിക്കാം. പരിസ്ഥിതി സംരക്ഷണം സത്യവിശ്വാസികളുടെ കടമയാണ്. അനാവശ്യമായി മരങ്ങൾ മുറിക്കരുത്, കാട് നശിപ്പിക്കരുത്, കുന്നുകൾ ഇടിച്ചു നിരത്തരുത്, വയലുകളും പുഴകളും തോടുകളും മലിനമാക്കരുത്. കീടനാശിനികളുടെയും രാസവസ്തുക്കളുടെയും അമിത ഉപയോഗം മണ്ണിനെയും ജലസ്രോതസ്സുകളെയും നശിപ്പിക്കും. പൊതുസ്ഥലങ്ങളിലും വഴിയിലും ജലാശയങ്ങളിലും മാലിന്യങ്ങൾ നിക്ഷേപിക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ഇവിടെ ഇത് ഭാഗം വേണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറഞ്ഞു, വഴിയിൽ നിന്ന് തടസ്സങ്ങൾ നീക്കൽ ഈമാനിൻ്റെ ഭാഗമാണ്. ജലാശയങ്ങളിലും ഫലവൃക്ഷങ്ങളുടെ ചുവട്ടിലും മാളത്തിലും ഭക്ഷ്യവസ്തുക്കളിലും വിസർജനം ചെയ്യരുത് എന്നും അവിടുന്ന് പഠിപ്പിച്ചു. ഇനി അടുത്തതും ഗണ്ണിക ചെയ്താൽ രണ്ടാമത്തെ കൃഷിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് എഴുതാനാണ്. അപ്പോൾ ഒരു മുസ്ലിം ചെടി നട്ടു അല്ലെങ്കിൽ കൃഷി ചെയ്തു, അതിൽ നിന്ന് പക്ഷികളോ മനുഷ്യരോ മൃഗങ്ങളോ ഭക്ഷിക്കാൻ ഇടയായി, എന്നാൽ അത് അവന് സ്വതക്കയായി തീരും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഭൂമി പരിപാലനവും തിന്നുന്നതിനും മോഷ്ടിക്കുന്നതിനും പ്രതിഫലം ലഭിക്കൽ, മരങ്ങളുടെയും ചെടികളുടെയും പ്രതിഫലം ലഭിക്കൽ, മരം നശിക്കുന്നത് വരെ അതിൻ്റെ കൂലി ലഭിക്കൽ, ഭക്ഷ്യ സുരക്ഷ ഉറപ്പാക്കൽ, ഉത്തമമായ ജോലിയിൽ വ്യാപൃതനാവൽ, ചെടികളും പൂക്കളും പഴങ്ങളും കാണുമ്പോഴുള്ള സന്തോഷം. ഇനി നമുക്ക് അടുത്തത് ജീവജാലങ്ങളുടെ അവകാശങ്ങൾ എന്നതിനെക്കുറിച്ചാണ് എഴുതാനുള്ളത്. അപ്പോൾ അത് ജീവജാലങ്ങൾക്ക് വെള്ളം നൽകുന്നതും ഭക്ഷണം നൽകുന്നതും പ്രതിഫലാർഹമാണ്. ജലക്ഷാമം നേരിടുമ്പോൾ ശുദ്ധീകരണം പോലെയുള്ള കാര്യങ്ങൾ ഉപേക്ഷിച്ച് മനുഷ്യർക്കും ജീവജാലങ്ങൾക്കും കുടിവെള്ളം ലഭ്യമാക്കണം. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, ഭൂമിയിലെ ജീവജാലങ്ങളും ചിറകുകൾ ഉപയോഗിച്ച് പറക്കുന്ന പക്ഷികളും നിങ്ങളെപ്പോലെയുള്ള സമൂഹങ്ങൾ തന്നെയാണ്. മനുഷ്യർ പരസ്പരം പരിഗണിക്കുന്നത് പോലെ ജീവജാലങ്ങളെയും പരിഗണിക്കണമെന്ന് ഈ ആയത്തിൽ നിന്ന് മനസ്സിലാക്കാം. ഇനി അടുത്തത് നമുക്ക് ചോദ്യോത്തരങ്ങൾ ഉണ്ടാക്കാനാണ്. 5 നുഇദ്ദു അസ്ഇലത മിനൻ നസ്ഇ മാ അജിബ, പാഠത്തിൽ നിന്നും ചോദ്യങ്ങൾ ഉണ്ടാക്കണം, അതിൻ്റെ ആൻസർ എന്ത് ചെയ്യണം, കണ്ടെത്തണം. 1, ജറാദുകളെ കൊണ്ടുവരാൻ എവിടേക്കാണ് ആളുകളെ അയച്ചത്? ആൻസർ ഷാം, ഇറാഖ്, യമൻ.
2 വെട്ടുകിളികളെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞു? ആൻസർ, ഭൂമിയിലെ ജീവജാലങ്ങളിൽ ആദ്യം നശിക്കുന്നത് വെട്ടുകിളികളാണെന്ന്. ഇനി 3 പ്രകൃതിയിലെ അടിസ്ഥാന ഘടകങ്ങൾ ഏതെല്ലാം? ആൻസർ, മണ്ണ്, വെള്ളം, വായു. 4 മണ്ണ് നശിക്കും എങ്ങനെ? ഇവിടെ മീമി എക്സ്ട്രാ ആയിട്ട് വന്നിട്ടുണ്ട്. മണ്ണ് നശിക്കും എങ്ങനെ? ആൻസർ, കീടനാശിനികളുടെയും രാസവസ്തുക്കളുടെയും അമിത ഉപയോഗം കൊണ്ട്. 5 തണൽ മരങ്ങൾ നട്ടുപിടിപ്പിക്കുന്നതിൻ്റെ വിധി എന്ത്? ആൻസർ, സുന്നത്ത്. 6 ഈമാനിൻ്റെ ഭാഗമാണ് എന്ത്? വഴിയിൽ നിന്ന് തടസ്സം നീക്കൽ. 8 ജനങ്ങളുടെ പൊതു അവകാശത്തിൽ പെട്ടതാണ് ഏതെല്ലാം? ആൻസർ, തീ, വെള്ളം, പുല്ല്. 8 ധൂർത്തടിക്കുന്നവർ ആരുടെ സഹോദരന്മാരാണ്? ആൻസർ, പിശാചിൻ്റെ സഹോദരന്മാർ. 9, 10 ചോദ്യങ്ങൾ നിങ്ങൾ കണ്ടെത്തുക. ഇനി 6 തഖ്സീസ്, പരിസ്ഥിതി സംരക്ഷണത്തിന് ഒരു പദ്ധതി തയ്യാറാക്കി ക്ലാസ്സിൽ അവതരിപ്പിക്കുക. അപ്പോൾ നമുക്ക് നോക്കാം. മദ്രസ വിദ്യാർത്ഥികൾ പരിസ്ഥിതി സംരക്ഷണത്തിന് വേണ്ടി തയ്യാർ ചെയ്ത പദ്ധതികൾ. 1 പച്ചപ്പുകൾ സംരക്ഷിക്കുക. 2 ജലാശയങ്ങൾ ശുചിയായി സൂക്ഷിക്കുക. 3 രാസവസ്തുക്കളുടെയും കീടനാശിനികളുടെയും ഉപയോഗം കുറയ്ക്കുക. 4 മഴവെള്ളം സംഭരിക്കുക. 5 മാലിന്യങ്ങൾ അലക്ഷ്യമായി വലിച്ചെറിയാതിരിക്കുക. 6 മലിനജലം ജലാശയങ്ങളിലേക്ക് ഒഴുക്കിവിടാതെ സംസ്കരിക്കുക. 7 പ്ലാസ്റ്റിക്കുകളും മാലിന്യങ്ങളും നിക്ഷേപിക്കാൻ പൊതുസ്ഥലങ്ങളിൽ ബാസ്ക്കറ്റുകൾ സ്ഥാപിക്കുക. 8 പൊതുസ്ഥലങ്ങൾ വൃത്തിയായി സൂക്ഷിക്കുക. 9 പ്ലാസ്റ്റിക്കുകൾ കത്തിച്ച് അന്തരീക്ഷം മലിനമാക്കാതിരിക്കുക. 10 വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കുക. ഇതോടെ പാഠത്തിലെ തദ്രീബാത്ത് അവസാനിച്ചു. അസ്സലാമു അലൈക്കും.